കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് 2 വചനങ്ങളാണ് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാത്ത വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നിയമാവർത്തന പുസ്തകം 8 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. നെഹമ്യ 8:17. കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ നമ്മളെല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ശ്രദ്ധയോട് മനസ്സിലാക്കുമെങ്കിൽ കർത്താവ് നമുക്ക് സമ്പൽ സമൃദ്ധി നൽകുമ്പോൾ നമ്മൾ കർത്താവിനെ മറക്കരുത്. കർത്താവ് നമുക്ക് തരുന്ന നന്മകൾ നമ്മൾ ഘോഷിക്കണം. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും ദൈവത്തിൻ്റെ കരമാണ് എന്നെ ഉയർത്തിയതെന്ന് പറയുവാൻ നമ്മൾ സന്മനസ്സ് കാണിക്കണം. കാരണം കർത്താവ് അറിയാതെ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ കർത്താവ് തരുന്ന സമ്പൽ സമൃദ്ധിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവ് നമ്മളെ ഉയർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ലുപ്ത് കാണിക്കരുത്. നമ്മളെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞു ചേരണം. ദൈവം നമുക്ക് തരുന്ന വിശിഷ്ടമായ മനോഹരമായ ഭവനങ്ങളിൽ നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നതാണെന്ന് പറയുവാൻ നമ്മൾ മടി കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, യേശു ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമായി പോകും. യേശു നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണെന്ന് സങ്കീർത്തനം വ്യക്തമായി ദാവീദ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തുകയും ദൈവത്തോടായിരിക്കുകയും ചെയ്യണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി അങ്ങ് സമ്പൽ സമൃദ്ധി നൽകണമേ, അനുഗ്രഹം ചൊരിയണമേ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ ചേർത്തണയ്ക്കണമേ. അവർക്കാവശ്യമായ നന്മകൾ നൽകണേ കർത്താവേ. അങ്ങയുടെ സ്നേഹ സീമയിൽ നിന്ന് അവർക്ക് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യകരം എൻ്റെ ഈ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ, അവർ ചോദിച്ചിരിക്കുന്ന ആവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കർത്താവെ, അവരുടെ മേൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടി അവരെ എല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകണമേ. വിശേഷാൽ ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു, രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു, ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു, പല മേഖലകളിലും കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. പല പല രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, ഡോക്ടർമാരെ, നേഴ്സുമാരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. വചനപ്രഘോഷകരെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങേക്ക് വേണ്ടി ഓടി നടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹസേമയിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.